ജൂലൈ മാസം 24 ക്രിസ്തു വർഷം 2024. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. സാധാരണ ഞാൻ പറയുന്നത് പോലെ ഇത് ദൈവകൃപയാലുള്ള ഒരു ശുശ്രൂഷയാണ്. ദൈവമൗത്തനായി തീർക്കണമേ എന്ന് തന്നെയാണ് അപേക്ഷ. ഏവർക്കും, എന്നെ കേൾക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 16 വരെ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 16 വരെയുള്ള ദൈവവാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോകസൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ വെളിപ്പാടിനാൽ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ള അവനിലെ ആത്മാവല്ലാതെ മനുഷ്യരിൽ ആര് അറിയും? അവണ്ണം തന്നെ ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അത് ഞങ്ങൾ മനുഷ്യ ജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകന്മാർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ? നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ദൈവവചന പഠനത്തിലേക്ക് കടക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, അവിടത്തേക്ക് ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവും അവൻ്റെ കാൽവിൽ മരണവും വെളിപ്പാടായിട്ട് ദൈവത്തിൻ്റെ മനസ്സ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. അതിലെ അനുഗ്രഹങ്ങൾ ഏറ്റവും അതിൻ്റേതായ കൃപയുടെ ലെവലിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ദൈവവചന പഠനം അത് കാരണമാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ആത്മീയൻ ആരാണ്, അതിൻ്റെ എതിർവശത്ത് നിൽക്കുന്നത് പ്രാകൃത മനുഷ്യനാണ്. ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ദൈവ സൃഷ്ടിക്കുക ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം സൃഷ്ടിച്ചതിന് ശേഷം 2 തരത്തിലുള്ള മനുഷ്യരെയാണ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പ്രാകൃത മനുഷ്യൻ. അത് ആദാമിൻ്റെ പാപനിമിത്തം ആദാം ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ മനുഷ്യനും അതിൻ്റെ പാരമ്പര്യവും അവൻ്റെ എല്ലാ മക്കളും തന്നെ അവർ സ്വാഭാവികമായിട്ടും പ്രാകൃത മനുഷ്യരാണ്. അവിടെ നിന്നാണ് ഈ ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം വരുമ്പോഴാണ് നമുക്ക് ദൈവം തനിക്ക് വേണ്ടി ഒരു വ്യക്തിയെയും അവനിൽ നിന്നൊരു കുടുംബത്തെയും ആ കുടുംബത്തിൽ നിന്നൊരു രാഷ്ട്രത്തെയും പണിത് അതിൽ നിന്ന് അവൻ്റെ ലോകരക്ഷിതാവിനെ, പാപപരിഹാരകനെ കൊണ്ടുവന്ന് ആദാമിൽ നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരികെ തരുവാൻ തക്കവണ്ണം
ദൈവമനസ്സായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു ആത്മീയ മനുഷ്യൻ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, പരിശുദ്ധാത്മാവ് ലഭിച്ച്, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന, പരിശുദ്ധാത്മാവുള്ള, അവനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആത്മീയൻ എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിക്കാനിടയായി. അപ്പം അങ്ങനെ കൊരിന്ത്യർ ആത്മീയരായിരുന്നുവോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഇവരുടെ പഴയ കാലത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിയോഗം പ്രാപിച്ച് പറഞ്ഞത്, നിങ്ങളും ഈ പ്രാകൃത മനുഷ്യരെ പോലുള്ളവരായിരുന്നു, എന്നാൽ ദൈവം ഈ പ്രാകൃത മനുഷ്യരുടെ ഇടയിലേക്ക്, ആ പ്രാകൃത മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു പ്രദേശമായ കൊരിന്തിലേക്ക് ദൈവം തൻ്റെ ഉപദേശവുമായി, തൻ്റെ വചനവുമായി, തൻ്റെ ആത്മാവുള്ളൊരു വ്യക്തിയെ അയക്കുകയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ. ജാതീയമായ ലോകജ്ഞാനം നിറഞ്ഞ, അതിൻ്റെ വളരെ ഉന്നത സ്ഥലത്തിൽ ഇരുന്ന ഈ ഗ്രീക്ക് സംസ്കാരത്തിലേക്ക്, ദൈവമില്ലാത്ത സംസ്കാരത്തിലേക്ക് ദൈവം തൻ്റെ അപ്പോസ്തലനായ പൗലോസിനെ അയക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെ ഇവൻ്റെ പ്രസംഗം കേട്ട് അവിടുത്തെ അനേകർ, ദൈവഭക്തരായിരുന്ന പലരും, അത് യഹൂദനും ഉണ്ടായിരുന്നു, യവനും ഉണ്ടായിരുന്നു, ഇവരിൽ അനേകർ പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് അവർ ആത്മീയരായിത്തീർന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. അതിനുവേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ച ഒരു വാക്യം 1 കൊരിന്ത്യർ ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, 1:12 നാം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അത് നമ്മൾ വായിച്ചത് 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അതെ, 2-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. അതാണ് നമ്മുടെ പ്രൂഫ് ടെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. അവൻ ആത്മീയരായിരുന്നുവോ? ഈ കൊരിന്ത്യയിലെ വിശ്വാസികൾ അവർ പ്രാകൃത മനുഷ്യരായിരുന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം അവിടെ നടക്കുന്ന അധാർമികത, അവരുടെ പാപജീവിതം, പ്രാകൃത ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങളിൽ പലരും ഇപ്രകാരമുള്ളവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ പ്രാകൃത മനുഷ്യരായിരുന്നു. എന്നാൽ ദൈവം അയച്ച പൗലോസ് അപ്പോസ്തലൻ്റെ സുവിശേഷം കേട്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അങ്ങനെ അവർ ആത്മീയരായി തീരുകയാണുണ്ടായത്. അതിന് ആധാരമായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യം 1 കൊരിന്ത്യർ 2-ാം വാക്യം. നാമോ, നാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ബഹുവചനമാണ്. അതിൽ പൗലോസും, എഴുത്തുകാരനായ പൗലോസും അത് ലഭിച്ച കൊരിന്ത്യരും ഉൾപ്പെട്ട, അതുകൊണ്ടാണ് നാമോ എന്ന് പറയുന്നത്. വി എന്നുള്ള ഒരു വി റിസീവ്ഡ് എന്നായിരിക്കുന്നത്. വി റിസീവ്ഡ്, എന്നെ വായിക്കുന്ന നിങ്ങളും ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച കൊരിന്ത്യരും നിങ്ങൾക്ക്, നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതുകൊണ്ട് അവർക്ക് ലഭിച്ച ഒരു പ്രധാന വ്യക്തി അത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണ് അവർ ആത്മീയരായി തീർന്നത്. ഇതിനാധാരമായിട്ട് നമ്മൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുകയുണ്ടായി. അനേക വാക്യങ്ങളുണ്ട്, എങ്കിലും പൗലോസ് അപ്പോസ്തലൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ അവിടെ പൗലോസ് ഇപ്രകാരമാണ് 1-2 വാക്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പരിഭാഷ ഇപ്രകാരമാണ്: ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ
ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? പൗലോസ് ചോദിക്കുകയാണ് ഈ ഗലാത്യ വിശ്വാസികളോട്, നിങ്ങൾ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. പൗലോസ് ഈ ഗലാത്യരോട് ചോദിക്കുകയാണ്, ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതെന്ത് ചോദ്യമാണ്? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? പ്രസംഗം കേട്ടാണ് ആത്മാവ് ലഭിച്ചതെന്നുള്ളത്, അത് വിശ്വസിച്ചവർക്കാണ് ലഭിച്ചതെന്നുള്ളതും അതാണ് വിഷയം. അങ്ങനെയാണ് ഈ ഗലാത്യയിലും അവർ ആത്മീയരായിത്തീർന്നത്. അങ്ങനെ അനേക വേറെ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എന്നാൽ ഈ രണ്ട് പ്രധാനപ്പെട്ട വാക്യങ്ങൾ ദൈവം ഒരിക്കൽ പറഞ്ഞാൽ അത് സത്യമാണ്. വൺ വേർഡ്സ് ഈസ് ഇനഫ്, വൺ വേർഡ് ഈസ് ഇനഫ്. ഒരൊറ്റ വാക്യം കൊണ്ട്, അത് പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനമായതുകൊണ്ട് അത് നമുക്ക് ഓരോ വാചകത്തിൽ തന്നെ അത് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ ഞാൻ രണ്ട് ഇവിടെ തന്നെ വായിച്ചു. 1 കൊരിന്ത്യർ 2:12 ഗലാത്യ ലേഖനം 3:2 നിങ്ങൾ വായിച്ചു നോക്കൂ. അതിൻ്റെ സന്ദർഭങ്ങൾ വെച്ച് നിങ്ങൾ വായിച്ച് പരിശോധിച്ച് നോക്കൂ. അത് നിങ്ങൾക്കും അത് അപ്രകാരം തന്നെ ബോധ്യം ആകും. അങ്ങനെ കൊരിന്ത്യർ ആത്മീയരായിരുന്നു എന്ന് നാം സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇവർ ആത്മീയ ജീവിതത്തിൽ ഈ ആത്മീയമുള്ളവരായിരുന്ന, ആത്മീയരായിത്തീർന്ന, യേശു ക്രിസ്തുവുള്ളവരായിത്തീർന്ന, അതിനോട് ബന്ധപ്പെട്ട അനുഗ്രഹങ്ങൾ ലഭിച്ച ഇവർ അതനുസരിച്ച് അതിന് യോഗ്യമാം വണ്ണം ജീവിച്ചില്ല എന്നുള്ളത് വളരെ പരാജയമായിരുന്നു. ഈ റിപ്പോർട്ട്, ഈ അനാത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പൗലോസ് ലഭിക്കുകയും അങ്ങനെ ഈ എഴുതുവാനിടയായി. അത് ഒരു വിധത്തിൽ നോക്കിയാൽ നമുക്കും അത് അനുഗ്രഹമായി തീർന്നു. നമുക്കിത് വായിച്ച് നമുക്ക് ആത്മീയരാകാനും ആത്മീയ ജീവിതം നയിക്കാനും അത് തുടരാനും നമുക്ക് ഈ ലേഖനത്താൽ നമുക്ക് സാധിക്കും. മറ്റുള്ള ലേഖനങ്ങളിലും പഴയ നിയമം പുതിയ നിയമമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലും നമുക്ക് ആത്മീയരാകുവാൻ തക്കവണ്ണം, ആത്മീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം 1 കൊരിന്ത്യർ ലേഖനം അത് ആമുഖമായി തന്നെ വളരെ ഗുണകരമാണ് എന്നുള്ളത് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആത്മീയ ജീവിതം ജഡികന്മാരെ പോലെ ആയിരുന്നു കൊരിന്ത്യരുടെ ജീവിതം. അത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ എഴുത്തിലൂടെ സന്ദേശം അയക്കുകയാണ്. അതാണ് നമ്മൾ വായിച്ച് പഠിച്ചു വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2 തരം മനുഷ്യരാണ്. ഒന്ന് പ്രാകൃത മനുഷ്യൻ, അത് സ്വാഭാവികമാണ്. നിങ്ങൾ ആത്മീയനെങ്കിൽ, പരിശുദ്ധാത്മുള്ളവനെങ്കിൽ, യേശു ക്രിസ്തു എന്നും ക്രിസ്തു ക്രൂശിതനായതൊന്നും അത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയെന്നും നാം വിശ്വസിക്കുമ്പോൾ നാം ആത്മീയരായി തീരുകയാണ്. ഇതാണ് എൻ്റെ കേന്ദ്രബിന്ദു. ആ സന്ദേശമാണ് പരിശുദ്ധാത്മാവിനാൽ ഈ കൊരിന്ത്യയിലേക്ക് ദൈവം അയച്ചത്. അപ്പോൾ അങ്ങനെ നാം കഴിഞ്ഞ ആഴ്ചയിൽ ആത്മീയരെ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യവും നാം അല്പം പരിശോധിക്കുകയുണ്ടായി. ആത്മാവ് ഉള്ളവൻ ആത്മാവിൽ ജീവിക്കണം. ഈ ആത്മാവാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കുന്നത്. ഈ ആത്മാവിനാലാണ് നമുക്ക് ജീവനുണ്ടാകുന്നത്. നമുക്ക് ആത്മീയ കാര്യങ്ങളിലേക്ക് ഈ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ വിവേചിക്കുന്നവർ, ആത്മീയനെല്ലാം വിവേചിക്കുന്നവനാണ്. ഈ അപ്രൈസസ് എവരിത്തിങ്, ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ആത്മീയമായി ജീവിക്കണം എന്ന് തന്നെയാണ് ദൈവാഗ്രഹം. ഈ പരിശുദ്ധാത്മാവ് ലഭിച്ച നാം പരിശുദ്ധാത്മാവിൽ ജീവിക്കണം. അതുകൊണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ആത്മീയർ ആത്മാവിനാൽ ജീവിക്കണം, ഗലാത്യർ 5:25. അതുപോലെ തന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അവിടെ അനുസരണം, ഒബീഡിയൻസ് ആവശ്യമാണ്. അതാണ് ഗലാത്യർ 5:16. ആത്മീയരെ ആത്മാവ് നയിക്കണം, ഗലാത്യർ 5:18. ഇതാണ് കഴിഞ്ഞ 3 ആഴ്ച. എന്നാൽ ഇന്ന് ഒരു വാക്യം കൂടി നമ്മൾ അതിനോട് ആഡ് ചെയ്യുന്നത്, കൂട്ടിച്ചേർക്കുന്നത് 4-ാമത്തെ ഒന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു. ആ വിവേചിച്ചുള്ള ഒരു ജീവിത ശൈലിയാണ് ആത്മീയ മനുഷ്യൻ്റെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്.
അതെങ്ങനെ ആയിരിക്കണം, അത് ഏതൊക്കെ തലത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സകല കാര്യങ്ങളും, അത് സകലവും എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ കൊറിന്ത്യരോടുള്ള ബന്ധത്തിൽ അത് നമുക്കും ബാധകമാണ്. നമ്മുടെ സാധാരണ ഒരു ജീവിതത്തോടുള്ള ബന്ധത്തിൽ, സഭാജീവിതം, ദാമ്പത്യ ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ സാമൂഹ്യ ജീവിതം, ഇതെല്ലാം ഉൾപ്പെടുത്തി മറ്റുള്ളവരെ എങ്ങനെ പെരുമാറണം, ദൈവത്തോടെ എങ്ങനെ, സഹവിശ്വാസികളോട് എങ്ങനെ, മറ്റുള്ളവരോട് എങ്ങനെ, ലോകക്കാർ, ഈ പ്രാകൃത മനുഷ്യരോട് എങ്ങനെ എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം വിവേചിക്കുന്ന ഒരു വ്യക്തി നമ്മളായിത്തീരണം. ആ വിവേചിച്ച് ജീവിക്കുക, ആത്മാവിനാൽ വിവേചിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ആത്മീയൻ. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നമുക്കിന്ന് ഓർക്കാം. ഭാവിയിൽ ഇനി ഇതിനോട് കൂട്ടിച്ചേർക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആത്മീയരാകുക, ആത്മീയ ജീവിതം തുടരുക, എല്ലാം വിവേചിച്ച്, അതെങ്ങനെ വിവേചിക്കണം എന്നുള്ളതാണ് പ്രധാന വിഷയം. അവിടെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു കൊറിന്ത്യയിൽ. ജാതികളുടെ ഇടയിൽ കാണാത്ത, ജാതികൾ പോലും ഇത് മോശം, ഇത് ദോഷമാണ് എന്ന് പറയുന്ന അങ്ങനെയുള്ള പാവങ്ങൾ പോലും ഈ ആത്മീയരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നു. അവരതിൽ പ്രശംസിക്കുന്നവരായി തീർന്നു എന്നൊക്കെയാണ് പൗലോസ് എഴുതുന്നത്. നിങ്ങളവൻ എന്തുകൊണ്ട് പുറത്താക്കിയില്ല? എന്നിട്ട് പറയും, അല്പം കാരം മാവിനെ മുഴുവൻ പുളി ഉള്ളതാക്കി തീർക്കും. അതുകൊണ്ട് ഈ ചെറിയ ഇങ്ങനെ പാപം ചെയ്യുന്നൊരു വ്യക്തി, ഒരു ആൾ മതി സഭയെ മുഴുവനും പ്രശ്നത്തിലാക്കുവാനായിട്ട്. അപ്പം അങ്ങനെ നമ്മുടെ എല്ലാ തലത്തിലും, ജീവിതത്തിൻ്റെ അതിൻ്റെ എല്ലാ തലങ്ങളിലും നാം വിവേചിച്ച് നമ്മൾ ജീവിക്കണം. അവ എങ്ങനെ വിവേചിക്കണം, അതിൻ്റെ മാനദണ്ഡങ്ങൾ എങ്ങനെയാണത് വചനത്തിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്, ആ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമുക്ക് വെളിപ്പാടായിട്ട് പരിശുദ്ധാത്മാവ് അപ്പസ്തലനായ പൗലോസ് വഴി നമുക്ക് നൽകിയത്. നമുക്ക് ഭാവിയിൽ ഈ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കാമെന്നുള്ളത് ഒരു സംശയവുമില്ല. ഒരുപാട് പഠിക്കാൻ തക്കവണ്ണം ഉള്ള ഒരു പുസ്തകമാണ് 1 കൊറിന്ത്യർ. അങ്ങനെ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: നമ്മൾ ആത്മീയനാകണം, ആത്മീയ ജീവിതമുള്ളവരായിരിക്കണം. അപ്പോൾ ഈ ആത്മീയൻ എങ്ങനെ ആകുന്നത്? അത് പരമപ്രധാനമായ ഒരു വ്യക്തിയാണ്. ഈ പ്രാകൃത മനുഷ്യരുള്ള ഈ ലോകത്തിൽ ഒരു ആത്മീയൻ എങ്ങനെ ജനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനം. അതാണ് നമ്മൾ 1 കൊറിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ് ഈ പ്രാകൃത മനുഷ്യൻ, അത് കൊരിന്ത്യയിലായിക്കോട്ടെ എവിടെയും ആയിക്കോട്ടെ, എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രാകൃത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ജ്ഞാനമുള്ള, ലോകത്തിൻ്റെ പ്രകാരം ജീവിക്കുന്ന ആ നാച്ചുറൽ മാനാണ്. പാപം ചെയ്ത് പുറത്താക്കപ്പെട്ട ആദാമിൻ്റെയും ഔവയുടെയും മക്കൾ എങ്ങനെയാണ് അവരൊരു ആത്മീയനായിത്തീരുന്നത്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ലഭിക്കുന്നത്? അങ്ങനെ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ, ഈ സഭായുഗത്തിൽ ഒരു ആത്മീയനായി എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ വിഷയം. അപ്പോൾ അതെങ്ങനെ നമ്മൾ ആത്മീയനാകുന്നു, അതിൻ്റെ ഫൗണ്ടേഷൻ, അതിൻ്റെ ബേസിക്സ് എന്താണ്? ഇത് പറയാനുള്ള കാരണം, ശക്തമായി പിന്നെയും പറയാൻ ആഗ്രഹിക്കുന്ന കാരണം, ഇന്ന് നമ്മൾ ഈ സത്യങ്ങളല്ല നമ്മൾ നാമധേയ സഭകളിൽ പോലും പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു നാമധേയ സമുദായത്തിൽ കിട്ടുന്നത്? ഒരു കുഞ്ഞിനെ വെള്ളം തെളിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് കിട്ടുമെന്ന് വരും. മാമോദീസ മുക്കി കഴിഞ്ഞാൽ അന്ന് പരിശുദ്ധാത്മാവിന് ലഭിച്ചെന്ന് അവർ പറയുന്നത്. ഇത് ദൈവദൂഷണമാണ്. കാരണം അങ്ങനെയല്ല വേദവസം പറയുന്നത്. നിങ്ങൾ പ്രസംഗത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണം ആചരിച്ചിട്ടോ? ന്യായപ്രമാണം ആചരിച്ചിട്ടല്ല, അത് പരിശുദ്ധാത്മാവ് ലയിച്ചത് നിങ്ങൾ സുവിശേഷം കേട്ടിട്ടാണ്. അത് കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ കാൽവരി മരണവും അടിസ്ഥാനമെന്ന് ആണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ഈ വസ്തുതകൾ, ഈ സത്യങ്ങളാണ് നമ്മുടെ നിത്യതയെ അത് തീരുമാനിക്കുന്നത്.
അത് വളരെ ഭയാനകമായ ഒരു ചിന്തയാണ്. വേദപുസ്തകം ശരിയാണ് എങ്കിൽ, ദൈവത്തിൻ്റെ സാക്ഷ്യം ശരിയാണ് എങ്കിൽ, ദൈവം അയച്ച പരിശുദ്ധാത്മാവ് വഴി നമുക്ക് നൽകപ്പെട്ട ഈ ദൈവ വചനം സത്യമാണ് എങ്കിൽ, നരകം ഒരു സത്യമാണ്, ന്യായവിധി ഒരു സത്യമാണ്. അതുകൊണ്ട് ഇത് ഭയാനകമായ ഒരു അന്ത്യത്തിലേക്ക് നമ്മളെ നയിക്കും, അല്ലെങ്കിൽ ശാശ്വതമായ ഒരു ആനന്ദത്തിലേക്ക് നമ്മളെ കടത്തിവിടും. അതാണ് സ്വർഗം, ദൈവത്തോട് കൂടിയുള്ള ജീവിതം. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നന്നായിട്ട് വായിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക, അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ 1 Corinthians 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം, ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷി നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. അതിന് 4-ാം വാക്യം ശ്രദ്ധിച്ചാലും, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനം അല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും, പൗലോസ് അവിടെ പറഞ്ഞ വചനവും പൗലോസിൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. ഇവരെങ്ങനെയാണ് ആത്മീയരായി തീർന്നത്? 2:12 നമ്മൾ വായിച്ചല്ലോ. നിങ്ങൾക്ക് ആത്മാവിന് ലഭിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ സാക്ഷ്യം കേട്ട്, അതാണ് നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞത്. ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ദൈവത്തിൻ്റെ സാക്ഷ്യവുമായിട്ടാണ് പൗലോസ് പുസ്തകം കടന്നു വന്നത്. ദൈവത്തിൻ്റെ സാക്ഷ്യം എന്തായിരുന്നു? തൻ്റെ പുത്രനെക്കുറിച്ച്. അത് യേശുവാണ്, അവൻ ക്രിസ്തുവാണ്, അവൻ ക്രൂശിക്കപ്പെട്ടു. ഇതാണ് ഇതിൻ്റെ ആരംഭം, ഇതാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ. അത് വളരെ സിമ്പിൾ, വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഇറ്റ്സ് എ സിമ്പിൾ ടെസ്റ്റിമണി ഓഫ് ഗോഡ്. അതിനെ സംബന്ധിച്ച് പറയുന്നത്, ഈ സുവിശേഷ പ്രസംഗം അത് മനുഷ്യജ്ഞാനം അല്ല, ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. വിസ്ഡം ഓഫ് ഗോഡാണ് ഇത്. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സാക്ഷി ഞങ്ങൾ പ്രസ്താവിക്കാൻ. പിന്നെ പറയുന്നത്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഞാൻ നിർണയിച്ചു, ഞാൻ ഭയത്തോടും നടുക്കത്തോടും നിങ്ങളുടെ ഇരുന്നു. വിശ്വാസം മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെയാകണം. അപ്പോൾ സുവിശേഷ പ്രസംഗത്തിലാണ് ദൈവത്തിൻ്റെ ശക്തി നമുക്ക് ഉള്ളത്. അതിനാധാരമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനവുമാണ്. അപ്പോൾ ദൈവം, പരിശുദ്ധാത്മാവ്, പുത്രനെക്കുറിച്ചുള്ള ത്രിയേക ദൈവത്തിൻ്റെ വലിയ ഒരു സാക്ഷ്യം, ഒരു പ്രവർത്തനമാണ് സുവിശേഷ പ്രസംഗം. എന്നാൽ ഈ സുവിശേഷം പോലും ഇന്ന് അത് ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. ഗലാത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് സ്ഥാപിച്ച സഭയിൽ പൗലോസ് പിന്നെ എഴുതുകയാണ്, നിങ്ങൾ ശുദ്രം ചെയ്തത് ആര്? നിങ്ങൾ വേറെ സുവിശേഷത്തിലേക്ക് പോയത് എന്ത്? AD 33 മുതൽ 100 വരെയുള്ള ഏകദേശം 70 വർഷം കൊണ്ട് എഴുതപ്പെട്ട ദൈവവചനത്തിൽ, ആ കാലഘട്ടത്തിൽ തന്നെ ഇതിന് എതിർപ്പുകളുണ്ടായിരുന്നുവെങ്കിൽ 2000 വർഷങ്ങൾക്ക് ശേഷം ഇത് ഒരു എന്താ പറയുക, ഒരു സത്യമല്ലാത്ത രീതിയിൽ ഇത് ഒരു കെട്ടുകഥ പോലെ ഇന്ന് ആയിത്തീർന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം അത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്, പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ പൗലോസ് പറയുന്നത്, ഇത് ദൈവത്തിൻ്റെ സാക്ഷ്യമാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഇതെന്തോന്നാണ്? ഈ ദൈവത്തിൻ്റെ സാക്ഷ്യവും ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ഈ ശക്തിയും അത് പരിശുദ്ധാത്മാവിൽ നടന്ന കാര്യങ്ങൾ അത് എന്തോന്നാണ്? വാട്ട് ഈസ് ഇറ്റ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതാണ് യേശു ക്രിസ്തുവാണ്, ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. ഇതാണ് അതിൻ്റെ ഈ ദൈവിക ജ്ഞാനം. അത് ദൈവത്തിൻ്റെ ലോകസൃഷ്ടിക്ക് മുമ്പേ ഉള്ളതും
തീരുമാനിക്കപ്പെട്ടതും ആയ, എന്നാൽ അത് ചരിത്രത്തിൽ സംഭവിച്ചതുമായ, പരിശുദ്ധാത്മ വെളിപ്പെട്ടതുമായ വലിയ ഒരു സത്യമാണ്. ഈ സത്യമാണ് ഒരു വ്യക്തിയെ, പ്രാകൃത മനുഷ്യനെ, കൊറിന്ത്യയിലായാലും എവിടെയായാലും ഒരു ആത്മീയനായി തീർക്കുന്ന ദൈവത്തിൻ്റെ പ്രവർത്തനം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. കാരണം ദൈവം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസംഗത്തിൻ്റെ ഭോഷത്വം കൊണ്ട് വിശ്വസിക്കുന്നവരെയും രക്ഷിക്കുവാനായിട്ട് ദൈവം പ്രസാദിച്ചിരിക്കുകയാണ്. മനുഷ്യനല്ല, ഞാനല്ല, ആരുമല്ല, ദൈവം. പൗലോസ് പോലുമല്ല. പൗലോസ് ഒരു സാക്ഷ്യം മാത്രം പറഞ്ഞു, ഒരു ദൂത് മാത്രം പറഞ്ഞു. ആ ദൂത് വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ തക്കൊണ്ട് ദൈവം അത് തീരുമാനിച്ചു. ഇന്ന് നമ്മുടെ നാടുകളിൽ മനുഷ്യൻ്റെ ജ്ഞാനവും മനുഷ്യൻ്റെ പിന്നാലെ നടക്കുന്ന ഒരു ലോകമാണ്. ആദാം, പുറത്താക്കപ്പെട്ട ആദാം, ഏതാം തോട്ടത്തിലും ദൈവസാന്നിധ്യത്തിൽ പുറത്താക്കപ്പെട്ട ആദാം, പിൽക്കാലങ്ങളിൽ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ പിന്നാലെ നടന്നു. ഒരു മനുഷ്യൻ്റെ ലോകമാണ്. അത് നിയന്ത്രിക്കുന്നതോ ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ തന്നെയാണ്. നമ്മുടെ പാപപ്രകൃതിയും പാപസ്വഭാവവും ചേർന്ന് ദൈവത്തിനെതിരായിട്ട് മനുഷ്യൻ്റെ ഒരു സംരംഭങ്ങളാണ് നാം ഈ ലോകത്തിൽ. അതാണ് പ്രാകൃത ജീവിതം, പ്രാകൃത മനുഷ്യൻ എന്ന് പറയുന്നത്. എവിടെയും നോക്കൂ നിങ്ങൾ, ഒരു ആത്മീയനെ കാണാൻ ദുഷ്കരമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനങ്ങളിൽ പോലും നമുക്കിത് കാണാൻ പറ്റാത്ത ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആത്മീയൻ എങ്ങനെ ആകുന്നു, അവൻ വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്, അവൻ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അവൻ ദൈവമുള്ളവനായി, ക്രിസ്തു ഉള്ളവനായി, നിത്യതയ്ക്ക് അർഹതയുള്ളവനായി ദൈവത്തോട് വസിക്കാനുള്ള നിത്യമായ കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നത് ഈ സുവിശേഷം കേട്ട് ഈ ആത്മാവിനെ ലഭിക്കുമ്പോൾ ആണ്. എന്നാൽ ഇതിൻ്റെ ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഉത്ഭവം, സോഴ്സ് നമുക്കറിയാം. ഒരു പുഴ ഒഴുകുകയാണെങ്കിൽ സോഴ്സുണ്ട്. മഴ പെയ്ത് വെള്ളം മലകളിൽ കൂടി ഇറങ്ങി വന്ന് ഒഴുകി പുഴയിൽ കൂടെ പോകുന്നത് പോലെ ഇതിൻ്റെ സോഴ്സ് എന്താണ്? ഇത് ദൈവം തന്നെയാണ് ഇതിൻ്റെ സോഴ്സ്. ഈ സോഴ്സ് എന്താണ് എന്നുള്ളതാണ് ഈ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ വെളിപ്പാട്, മറഞ്ഞിരുന്ന ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങൾ, അത് തൻ്റെ പുത്രനെക്കുറിച്ചും അത് അവൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചും അതുവഴി വരാനുള്ള വലിയ രക്ഷയെക്കുറിച്ചുമുള്ള ഈ ദൈവത്തിൽ മറഞ്ഞിരുന്ന ഈ മർമ്മം, അത് പരിശുദ്ധാത്മാവിനാൽ അപ്പസ്തോലന്മാർ വഴി, ഇവിടെ കൊരിന്ത്യ ലേഖനത്തിലെ അപ്പസ്തോലൻ പൗലോസ് വഴി നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ്, ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഈ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് ദീർഘകാലം പഠിക്കാൻ തക്കവണ്ണം ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ ഒന്ന് ഒരു ഓടിച്ചിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. അതിനുശേഷം അതിൽ ഉള്ള ഉപദേശങ്ങൾ, ഡോക്ട്രിൻസ് എന്ന് പറയും, ഉപദേശങ്ങൾ, ആത്മാവ് എങ്ങനെ, ആത്മീയനാകുന്ന എങ്ങനെ, ആത്മീയ ജീവിതം എങ്ങനെ, ഇതൊക്കെ ഉപദേശങ്ങളാണ്. ആ ഉപദേശങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ ഇത് അല്പം സമ്മിശ്രിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കാരണം എല്ലാത്തിനും നിന്നും നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് എപ്രകാരം അത് നിങ്ങളെ സ്വാധീനിക്കും, നിങ്ങൾക്ക് എത്ര ഗുണകരമായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആദ്യമേ ആത്മീയനാകുക, സുവിശേഷം മനസ്സിലാക്കുക, ക്രിസ്തുവിനെ മനസ്സിലാക്കുക, ഇതിൻ്റെ പദ്ധതി ഇതിൻ്റെ സാക്ഷ്യം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 16 വാക്യങ്ങൾ നിന്ന് വായിക്കുമ്പോൾ അതിനകത്ത് 2-ന്റെ 10, 12, 13 വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ നേരത്തെ ഓർത്തു, ഈ വേദപുസ്തകം പഠിക്കുമ്പോൾ ഇത് ദൈവവചനമാണ്, ഇത് സത്യമാണ് എന്നുള്ള ഉറപ്പ് നമുക്ക് ആവശ്യമാണ്. ഇത് പരിശുദ്ധാത്മാവിനാലാണ് എഴുതപ്പെട്ടത് എങ്കിൽ ഈ പരിശുദ്ധാത്മാവിനെ എങ്ങനെ മനസ്സിലാക്കുന്ന? ഇതൊരു മനുഷ്യൻ്റെ പുസ്തകമാണ് എങ്കിൽ, ഇത് മനുഷ്യൻ മാത്രം എഴുതിയ ഒരു പുസ്തകമാണ് എങ്കിൽ നമുക്കറിയാം മനുഷ്യരാണ് എഴുതിയത്. എന്നാൽ ഒരു പരിശുദ്ധാത്മ പ്രചോദനത്താൽ എഴുതപ്പെട്ട പുസ്തകമാണ്
എന്ന് തിരുവചനം പിന്നെയും പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് 2:13 നമ്മൾ വായിക്കുമ്പോൾ ഇത് ഇൻസ്പിറേഷൻ, ഇതിൻ്റെ ഓരോ വാക്കുകളും ആത്മീയ വാക്കുകളാൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ്, പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ എന്തൊക്കെയാണോ നമുക്ക് സ്ഥിരമായിട്ട് വേണ്ടത്, ഈ ചരിത്രത്തിൽ വേണ്ടത്, അത് മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മീയ വാക്കുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ അങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് 2 Corinthians 6 മുതൽ 16 വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 10-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. നമുക്കോ, വീണ്ടും അവിടെ ബഹുവചനമാണ്, നമുക്ക്, പൗലോസും കൊരിന്ത്യരും ചേർന്ന നാം എന്ന് പറയുന്ന അവർക്ക്, അത് നമുക്കറിയാം, അത് വിശ്വസിക്കുന്ന ഏവർക്കും ഉള്ളതായതുകൊണ്ട് നമ്മയും അത് ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവ് സ്ഥലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. അപ്പോൾ ഈ വെളിപ്പാടുകൾ, ഈ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഈ ദൈവിക വെളിപ്പാടുകൾ, അത് വെളിപ്പാട് ആയിട്ട് ഈ കേൾവിക്കാർക്ക് ലഭിച്ചു, അതും പരിശുദ്ധാത്മാവിനാണ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കോ ദൈവത്തിൻ്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വെളിപ്പാട്, റെവലേഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിത്യതയിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് ചെയ്ത കാര്യങ്ങൾ, അത് ഈ ഭാഗത്ത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. സ്ഥാപനത്തിന് മുമ്പേ അത് ദൈവം ആലോചിച്ചത്, അത് ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്തെക്കുറിച്ചുമായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട ഒരു സഭ എന്നുള്ളൊരു ആശയവും അതൊരു മർമ്മമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 3-ാം അധ്യായത്തിലൊക്കെ നമുക്കത് കൂടുതൽ ശക്തമായ ഉപദേശമായിട്ട് ലഭിക്കുന്നുണ്ട്. ഏത് കാലത്താണ്, എങ്ങനെയാണ്, ഏകദേശം 6000 വർഷത്തെ ചരിത്രത്തിൽ, ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ 4000 വർഷത്തിന് ശേഷത്തിൻ്റെ ഒരുക്കത്തിന് ശേഷമാണ് കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായി അവതരിക്കുന്നത്. 4000 വർഷം, അതാണ് അതിൻ്റെ പ്രിപ്പറേറ്ററി ടൈം, ഒരുക്കം. അതിന് നമുക്കറിയാം, സൃഷ്ടി മുതൽ കർത്താവിൻ്റെ മലാഖിയും കഴിഞ്ഞ് 400 വർഷം കഴിഞ്ഞ്, അവസാനത്തെ പ്രവാചനം കഴിഞ്ഞ് 400 വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് സ്നാപക യോഹന്നാൻ തുടർന്ന് കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിക്കുന്നത്. എന്നിട്ട് അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ ക്രൂശിക്കപ്പെട്ടു. എന്തിനു വേണ്ടി? നമ്മുടെ ആദാമിൽ നഷ്ടപ്പെട്ടത് നമുക്ക് ലഭിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2-ാം അധ്യായത്തിന് 2-ാം അധ്യായത്തിൽ റെവലേഷൻ, വെളിപ്പാട് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത് പരിശുദ്ധാത്മാവിനാണ് വെളിപ്പാട്. അതുപോലെ തന്നെ അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയും, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയത്, അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആര് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കണം? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നാം അത് വിശ്വസിക്കുമ്പോൾ, ഈ കർത്താവായ യേശു ക്രിസ്തുവിലും അവൻ്റെ ക്രൂശ് മരണത്തിലും വിശ്വസിക്കുമ്പോൾ, അത് പാപപരിഹാരത്തിനാണ് എന്ന് നാം വിശ്വസിക്കുമ്പോൾ, ഈ പരിശുദ്ധാത്മാവ് നമ്മൾ സ്ഥിരം വസിക്കാൻ പോവുക. അങ്ങനെയാണ് നമ്മൾ ആത്മീയരായി തീരുന്നത്. ഈ ആത്മീയ മനുഷ്യൻ, അവനെന്താ ഗുണം? അവൻ ആത്മീയ കാര്യങ്ങൾ വിവേചിക്കാനുള്ള കഴിവ് കൊടുക്കണം, അറിവാനായി. അതിനാണ് നമ്മൾ ഇല്യൂമിനേഷൻ എന്ന് പറയുന്നത്. ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഞാനിതെങ്ങനെയാണിത് മനസ്സിലാക്കുന്നത്? എന്നെ ആരാണ് പഠിപ്പിക്കുന്നത്? അതാണ് ഏറ്റവും വലിയ വിഷയം. മനുഷ്യനാണോ, ചെകുത്താനാണോ, പരിശുദ്ധാത്മാവാണോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് അറിവാനായി, അതിൻ്റെ 12-ാം വാക്യത്തിൽ 2:12, നാമോ ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ്. അപ്പോൾ ദൈവാത്മാവ് നമ്മളെ പഠിപ്പിക്കാനും കാര്യങ്ങൾ വ്യക്തമാക്കി തരുവാനും ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് നമുക്ക് അറിവ് ലഭിക്കുന്നത്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ. കൊരിന്ത്യർ പോലെ തന്നെ നമ്മൾ ആ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സകല കാര്യങ്ങളും പഠിക്കുന്നില്ല. 1.5 വർഷം പഠിപ്പിച്ച പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച കൊരിന്ത്യ സഭയിൽ പോലും വളരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ 1.5 വർഷത്തെ പഠനം പോരാ, ജീവിതകാലം മുഴുവൻ പഠിക്കാൻ തക്കവണ്ണം
നമുക്ക് ഒരുപാട് അറിവിനായി ദൈവം നൽകിയിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിനാൽ. അതിനാണ് ഒന്ന് റെവലേഷൻ, പിന്നെ നമുക്ക് ഇല്യൂമിനേഷൻ. നമ്മളത് വായിക്കുമ്പോൾ അതുകൊണ്ടാണ് പല പ്രാകൃത മനുഷ്യർ ഇത് വായിക്കുന്നവരുണ്ട്. ലിറ്ററേച്ചർ എന്നുള്ള നിലയിൽ അവർ വായിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് ഒരിക്കൽ പോലും അവർക്ക് മനസ്സിലാകത്തില്ല. അത് അറിവ് ലഭിക്കുന്നില്ല, ജ്ഞാനം ആകുന്നില്ല. അത് എന്തുകൊണ്ടാണ്? കാരണം അത് ആത്മീയമായി വിവേചിക്കാൻ അവർക്ക് ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട് തന്നെയാണ്. മൂന്നാമതായിട്ട് 2:13 അത് ഈ ആത്മാവ് ഞങ്ങൾ പ്രാപിച്ചത്, എന്നിട്ട് പറയണം, അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയമാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ ഈ 13-ാം വാക്യത്തിലാണ് ദൈവം എങ്ങനെയാണ്, പരിശുദ്ധാത്മ എങ്ങനെയാണ് ഈ ആത്മീയ കാര്യങ്ങൾ അത് വാക്കുകളിലൂടെ വചനമായിട്ട് നമുക്ക് നൽകിയത്. ഇതിനാണ് നമ്മൾ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. പ്രവചനങ്ങളൊന്നും മനുഷ്യ താല്പര്യം കൊണ്ട് വന്നതല്ല. അത് അവർ പരിശുദ്ധാത്മാവിനാൽ പ്രചോദനം പ്രാപിച്ച് എഴുതുകയാണ്. അതുകൊണ്ട് ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആത്മീയ മനുഷ്യന് ഈ വേദപുസ്തകത്തിലെ ആത്മീയ വാക്കുകൾ ഇതെങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്, ഇതൊരു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഭാഷ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ഭാഷയിൽ നിന്ന് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഈ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. 1 Corinthians 10-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാട്, അത് പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തുന്നവൻ. എന്നാൽ യേശു ക്രിസ്തുവാണ്, പുത്രനാണ് ദൈവത്തെ മൊത്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, റിവീലർ ഓഫ് ഗോഡ്. എന്നാൽ ഈ റെവലേഷൻ അത് നമ്മളിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്നുള്ളതും നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് വെളിപ്പാട്, ദൈവവചനം, 66 പുസ്തകങ്ങളടങ്ങുന്ന ഗ്രീക്കിലും ഹീബ്രുവിലും അല്പം അരാമിക്കിലൊക്കെ എഴുതപ്പെട്ട, കാൽദിയ ഭാഷയിലൊക്കെ എഴുതപ്പെട്ട ഈ പുസ്തകം ഇത് ദൈവവചനവുമാണ്, അത് വെളിപ്പാടാണ്. അത് ഇൻസ്പിരേഷൻ വഴി, അത് ആത്മീയമായ കാര്യങ്ങൾ ആത്മീയമായ വാക്കുകളിലൂടെ ദൈവം നമുക്ക് നൽകിയതാണ്. അതാണ് 2:13. എന്നാൽ 2:12 നാം എങ്ങനെ മനസ്സിലാക്കും, നമ്മുടെ അറിവ്, നമുക്ക് ഇത് അറിവായിട്ട് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് അറിവിൻ്റെ വിശ്വാസമാണ്. മണ്ടന്മാരുടെ ഒരു സംഘടനയല്ല ക്രിസ്തീയ സഭ എന്ന് പറയുന്നത്. അത് ദൈവിക ജ്ഞാനമുള്ള പരിശുദ്ധാത്മാവുള്ള ആൾക്കാരുടെ കൂട്ടമാണ് സഭ എന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കണം. അങ്ങനെ ഈ റെവലേഷൻ, ഇല്യൂമിനേഷൻ, ഇൻസ്പിരേഷൻ, അത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ, ഇന്നത്തെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ, ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ സംക്ഷേപം ചെയ്യാമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. നിങ്ങൾ തന്നെ പറ, എങ്ങനെ നമുക്ക് സംക്ഷേപം? നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട്, കർത്താവ് യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ട്, ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവരോട് പറഞ്ഞു, ഞങ്ങളിത് പോയി നിങ്ങളെൻ്റെ സാക്ഷികളാണത്. അതിനകത്ത് ഒരു വ്യക്തി പൗലോസ് അപ്പോസ്തലനാണ്. കർത്താവ് തന്നെ അവന് വെളിപ്പെട്ട് അവനോട് പറഞ്ഞതാണ്, ഈ ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മാവിൽ ലഭിച്ച് ആത്മാവുള്ളവരായിട്ട് ഈ പുസ്തകം അത് ദൈവിക വെളിപ്പാടായിട്ട് മനസ്സിലാക്കി, അതിൽ നിന്ന് പരിശുദ്ധാത്മാവിൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ട് നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണം. എന്നാൽ ഇപ്പോൾ തന്നെ നമുക്ക് ദൈവമക്കളായി തീരുവാനും വിശുദ്ധന്മാരെന്ന് വിളിക്കപ്പെടുവാനും ആത്മാവുള്ളവരെന്ന് വിളിക്കപ്പെടുവാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണ് എന്നുള്ള ബോധ്യവും ദൈവം തന്നെ നമുക്ക് നൽകും. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ അപേക്ഷിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗപിതാവായ ദൈവമേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവുള്ളവരായിട്ട് ജീവിക്കാൻ തക്കവണ്ണം, പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ പറഞ്ഞയക്കണമേ. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ദൈവം അനുവദിച്ചാൽ അടുത്ത ബുധനാഴ്ച വേറെ ഒരു സന്ദേശവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി. താങ്ക് യു വെരി മച്ച്.